رأيت اللعن أحميها زمانا من اللبئ الخفي وكل ذئبي فلما أن سمعت الذئب نادى يبشرني بأحمد قريب سعيت إليه قد سمرت ثوبي عن الساقين قاصدة الركيب فألقيت النبي يقول قولا صدوقا ليس بالقول الكذيب كذوبي فصيرني لدين الحق حتى تبينت الشريعة للمنيب وأبصرت الضياء يضيء حولي أمامي إن سعيت وعن جنوبي على بلغ بني عمرو بن عوف وإخوتهم جذيلة عن نجيبي دعاء المصطفى لا شك فيه فإنك إن نجبت ولن تخيبي ഇത് നസീമുർ റിയാള 76-ാം പേജിൽ കാണാം. ഈ ബൈത്ത് ഇനി നോക്കൂ. ശറഫുൽ അംജേലും ഉണ്ട് ഒരു ബൈത്ത്. وهي قوم جفوا نبيا بأرض ألفته اللباب واللباء. ഇവിടെ ഒരു ജനതയുടെ നാശമേ, അവർ ഇതാ നബിയോട് പിണങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ നബി ഒരു ഭൂമിയിൽ, ആ ഭൂമിയിലുള്ള നബിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെയുള്ള മാൻപേടകളും ഉടുമ്പുകളുമെല്ലാം ഇണങ്ങിച്ചേർന്നിട്ടുണ്ട്. ആ നബിനോടായി ഒരു പിണങ്ങിയിരുന്ന അത് സർവെല്ലാം ചെയ്യാം. മറ്റൊരുത്തെന്താ അർത്ഥം? ആടുകളെ ഒരുപാട് കാലം സൂക്ഷിച്ചുകൊണ്ട് ഞാൻ മേച്ചു. എന്തിനെ തൊട്ട്? സന്നായിക്കളെ, പിടിമൃഗങ്ങളെ എന്തിനെ തൊട്ടെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ആടുകളെ ഒരുപാട് കാലം നോക്കി. അതിനിടയിൽ അങ്ങനെ ചന്നായ വിളിച്ചു പറയാൻ കേട്ടു. എന്ത്? ആ ചന്നായ എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഇവിടെ അടുത്ത് തന്നെ അഹമ്മദ് നബിയുണ്ട് എന്ന്. ഇത് കേട്ടപ്പോ ഞാൻ എന്ത് ചെയ്തു? അതിവേഗത്തിൽ നബിയിലേക്ക് ഞാൻ കുതിച്ചുപോയി. എന്റെ വസ്ത്രം ഞാൻ പൊക്കിപ്പിടിച്ചോടുകയാണ്. ആ നബിന്റെ അടുത്തേക്ക് എത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഓട്ടം. അങ്ങനെ ചെന്നു. ഞാൻ ചെന്നു, നബിനെ കണ്ടു. സത്യമായ ഒരു വാക്കാണ് പിറന്നിരിക്കുന്നത്. നബി സത്യമേ പറയുന്നുള്ളൂ, ഒരിക്കലും കളവായ വാക്ക് അവിടെ ഇല്ല. അങ്ങനെ സത്യമായിരിക്കുന്ന മതത്തിലേക്ക് ആ നബി എന്നെ ചേർത്ത് കൂട്ടിയിണക്കി. അങ്ങനെ ശരീഅത്ത് അത് വേണ്ടതുപോലെ മനസ്സിലാക്കി. ഞാൻ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും എനിക്കാകെ പ്രഭ കാണാൻ സാധിക്കുകയും ചെയ്തു. എന്റെ ചുറ്റുഭാഗം വെളിച്ചമാണ്. എന്റെ മുന്നിലും വെളിച്ചം, പിറകിലും വെളിച്ചം, എല്ലാ ഭാഗത്തും വെളിച്ചമായി ഞാൻ കാണുകയാണ്. അറിയണേ, ഈ വിഷയം ബനി അംർ ബിൻ ഔഫ് എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് എത്തിക്കണം. അവിടെയുള്ള സഹോദരന്മാർ മുഴുവനും എനിക്ക് ഉത്തരം തരുവാൻ വേണ്ടി ബന്ധസ്ഥരാണ്, അവർ ബാധ്യസ്ഥരാണ്. അത് എത്തിക്കണം.
ഫലൻ തഖീബി. മുസ്തഫയായ ഇവിടെ ഇസ്ലാമിലേക്കുള്ള ക്ഷണം ഒരു സംശയമല്ല കാര്യത്തിൽ നല്ല ക്ഷണമാണ്. കാരണം നീ ആ നബിക്ക് ഉത്തരം നൽകുകയാണ് എങ്കിൽ ഒരിക്കലും എന്ന് വരുന്ന കവിത ശകലം പാടിക്കൊണ്ട് നസീമുർ റിയാദ് നമ്മൾ പറയുകയുണ്ടായി. ഇങ്ങനെ കൂടുതൽ കൂടുതൽ പഠിക്കണ്ടേ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഈ എടുത്ത വിഷയം കുറഞ്ഞ വോയിസ് ആക്കി ഉണ്ടെന്നത് അത് തീർക്കാനാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ നീണ്ടുപോയിട്ട് കാര്യമില്ല. നമ്മള് അകത്തിൽ ഞാൻ തീർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല തന്നെയല്ല, എന്നാൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് നീങ്ങാലോ. ഇനി മറ്റൊരു സംഭവം എന്താ പറയാണെന്ന് ചോദിച്ചാൽ ഉടുമ്പിന്റെ കഥയാണ്. എന്താണ് ഇതുപോലെയല്ല, ഉടുമ്പിന്റെ അല്ല, മാന്റെ കഥ. ചെന്നായ പറഞ്ഞതുപോലെ മാന്റെ കഥയുണ്ട്. വഖദ് റവ ഇബ്നു വഹബ് മിസ്ലഹാദ, ഇതുപോലെ ഇബ്നു വഹബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അന്നഹു ജറ ലി അബി സുഫിയാൻ ഉമയ്യ. ഈ രണ്ടുപേരുണ്ട്. ഈ രണ്ടുപേർക്ക് ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവിടെ ഒരു ചെന്നായ, ആ രണ്ടാളുകൾ സാബിയല്ല, അന്ന് മുസ്ലിം ഒന്നുമല്ലല്ലോ, അവർ രണ്ടുപേർക്കും കിട്ടിയ അനുഭവം എന്താന്ന് ചോദിച്ചാല് അഹദ വബിയൻ, ഒരു ചെന്നായ എന്ത് ചെയ്തിട്ടുണ്ട്, മാനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മാനെ വേട്ടയാടുകയാണ്. ഹറമ, ചെന്നായ ആട്ടി അവസാനം മാൻ അവിടെ എത്തി, ഹറമിലെത്തി. ഹറമെന്നൊന്നും ചെയ്യാൻ പറ്റൂല, അവർക്ക് പോലും അതറിയാം, അത്രയും ബഹുമാനമാക്കപ്പെട്ട സ്ഥലമാണ് ഹറം. ഫൻസറഫ ദ്വീപു, ചെന്നായി തിരിച്ചുപോയി, പിടിച്ചില്ല. ഈ ചെന്നായയുടെ ഈ കഥ കണ്ടപ്പോ അബു സുഫിയാനും അതുപോലെ സഫ്വാനും രണ്ടുപേർക്കും എന്താ മഹാ അത്ഭുതമായി. അത്ഭുതമായപ്പോൾ വഖാലദീബു, ചെന്നായി പറയുന്നു, അഅജബു മിൻ ദാലിക, ഇതിനേക്കാളും എത്രയോ മഹാ അത്ഭുതമുണ്ട്. ഞാൻ മാനെ വേട്ടയാടി, മാൻ ഓടി വന്ന് അറബിലെത്തി, ഞാൻ പിന്തിരിഞ്ഞു, ഇതെല്ലാം കണ്ടിട്ടുള്ളൂ. ഇതല്ല അത്ഭുതം, ഇതിലും വലിയൊരു അത്ഭുതമുണ്ട്. എന്ത്? മുഹമ്മദ് ബിൻ അബ്ദില്ലാ ബിൽ മദീന, മദീനയിൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ഉണ്ട്. ജന്നത്തി, ആ മുഹമ്മദ് നിങ്ങളെ വിളിക്കും സ്വർഗത്തിലേക്ക് പോകേണ്ട കാരണമായി ഈമാനിലേക്കാണ്. അത് കേൾക്കാതെ അദ്ദേഹത്തെ തിരസ്കരിച്ച് കാഫിറായി നരകത്തിലേക്ക് പോകാനുള്ള പണി നിങ്ങൾ എടുക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ വക്കാല അബു സുഫിയാൻ, അപ്പൊ അബു സുഫിയാൻ പറയാണ്, വല്ലാത്ത വൽ ഉസ്സ, ലാത്ത ഉസ്സ എന്ന ദൈവങ്ങൾ തന്നെയാണ് സത്യം. ലഇൻ ദക്കർതു ഹാദാ ബി മക്കത്ത, ഇത് ഞാൻ മക്കയിൽ പോട്ടെങ്ങാനും ഈ വിവരം കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മക്കയെ എല്ലാവരും എന്താവത് അറിഞ്ഞിട്ട് മൊത്തത്തിൽ എല്ലാവരും മക്ക നബിയെ പുൽകും, ഞാൻ മിണ്ടുന്നില്ല എന്ന്. അപ്പൊ അബു സുഫിയാനും സഫ്വാനും പറഞ്ഞ ചെന്നായിലൂടെയാണ് ഈ കഥ. അപ്പൊ നബിന്റെ മഹത്വം പോൽക്ക് മനസ്സിലായല്ലോ അവിടെ. ഇത് നസീമുർ റിയാദ് ഇത്രയും പറഞ്ഞത് 65, 73, 79 പേജുകളിൽ ഉണ്ടാവും. ഇനി നമുക്കൊരു ചർച്ച ഉള്ള എന്താണ്, അസനക എന്ന് പറയുന്ന എഴുത്തിൽ സറബുൽ അറാമിലുണ്ട് ഒരു കൊള്ളിക്കാഷ്ട നബിന്റെ അടുത്ത് വന്ന് കരഞ്ഞ കഥ. അത് പഠിക്കേണ്ടതും അറിയേണ്ടതുമാണ്, നമുക്കറിയാം. എന്നിരുന്നാലും ഒന്ന് വിശദമായി പറയാം ഇൻഷാ അല്ലാഹ്. എന്താ ഹനീനു ജദ്, ഈത്തപ്പനത്തണ്ടിന്റെ ഏങ്ങലടി, കരച്ചിൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ ഹദീസ് ആരൊക്കെ കൊണ്ടുവന്നു നമ്മൾ മനസ്സിലാക്കാം. ഹദീസ് ഹനീനു ജദ്, ഈത്തപ്പനത്തണ്ടിന്റെ ഏങ്ങലടിയുടെ ശബ്ദം ശരിയാക്കുന്ന ഹദീസ് വഹുവ ഫീ നഫ്സി മഷ്ഹൂർ ഇൻദ സലഫ് മുന്തശർ ഇൻദൽ ഖലഫ്. സലഫിന്റെ അടുക്കൽ ഇത് പ്രചാരമുള്ളൊരു സംഗതിയാണ്. ഫീ നഫ്സി തന്നെ, ഖലഫിന്റെ അടുക്കലും അത് പരന്ന് വ്യാപകമായി കിടക്കുകയാണ്. ഈ ഈത്തപ്പനത്തണ്ടിന്റെ കഥ വിവരിച്ചുള്ള ഹദീസുകളൊക്കെ മുത്തവാത്തിറാണ്. മുത്തവാത്തിറ എന്ന് പറഞ്ഞാൽ അത് ഖത്ഈയായ അറിവ് കിട്ടും, അത് കളവാകുകയില്ല, അത്രത്തോളം പ്രചാരത്തിൽ അതുണ്ട്. ഇനി ഇത് മുത്തവാത്തിറാന്ന് ആർക്ക് കിട്ടും? ഇത്ര അലാ ത്വരീഖിൽ ഹദീസിൽ അഹാദ്, പച്ചപ്പെട്ടു വരുന്ന ഹദീസുകളുണ്ട്, അത്തരം അഹാദായിരിക്കുന്ന ഹദീസ് വഴിയെ പരിശോധിക്കുന്ന ആൾക്കാർക്ക് കിട്ടും. ഖദ് ഖറജു അഹ്ലു സ്വഹീഹ് ബുഖാരി വ മുസ്ലിം ഇബ്നു ഹിബ്ബാൻ ഇബ്നു ഖുസൈമ എന്നീ പോലെയുള്ള മഹാരഥന്മാർ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. വറവാഹു അനി സ്വഹാബത്തി
സ്വഹാബാക്കളെ തൊട്ട് ഈ ഹദീസ് അശറ 10 ചില്ലാൻ പേർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിൻഹും ആ 10 ചില്ലാൻ സ്വഹാബത്തിൽപ്പെട്ടവരാണ് ഉബൈ ബിൻ കഅബ്, ജാബിർ ബിൻ അബ്ദുല്ല, അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹ് ബിൻ ഉമർ, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്, സഅദ് ബിൻ സഅദ്, അബൂ സഈദ് അൽ ഖുദരി, ബുറൈദത, ഉമ്മു സലമ, മുത്തലിബ് ബിൻ അബി വദാ റളിയല്ലാഹു അൻഹും. ഇവരെല്ലാവരും കുല്ലുഹും ഇവരെല്ലാവരും ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ബിമാന ഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ ആശയം എന്താണോ അതുകൊണ്ട് ലഫ്ള് മാറ്റം ഉണ്ടാകും. ഇതൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. ഖാല തുർമുദി, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദീസ് അനസ്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വഹീഹുൻ, അത് കളവല്ല, സ്വഹീഹാണ്. ഖാല ജാബിർ, ആ സംഭവം വിവരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കാനൽ മസ്ജിദ് മസ്ഖൂഫൻ അലാ ജുദൂഇ നഖിലിൻ, ഈത്തപ്പന തണ്ടുകൾ വെച്ച് അതിന്റെ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു മദീന പള്ളി ആദ്യം, ഇപ്പത്തെ മാതിരിയല്ല അന്ന്. അങ്ങനെ മക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ യഖൂമു ഇലാ ജുദൂഇൻ മിൻഹാ, ഈ ഈത്തപ്പന തണ്ടുകൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന പള്ളിയുടെ തൂണിൽ ഏതോ ഒരു തൂണിലേക്ക് ചാരി നിന്നുകൊണ്ടായിരുന്നു നബി തങ്ങൾ ഖുത്ബ ഓതിയിരുന്നത് ആദ്യം. അങ്ങനെ ഫലമ്മ സുനിഅലുൽ മിമ്പറു, അവസാനം 3 പടിയുള്ള 3 ദർജയുള്ള 3 പടി, അങ്ങനെ 3 പടിയുള്ളതായ ഒരു മിമ്പർ നബി തങ്ങൾക്ക് ഉണ്ടാക്കപ്പെട്ടു. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ സമിഅനാ ലിദാലിക്കൽ ജുദ്അ സൗത്ത്, ദാലിക്കൽ ജുദ്അ സൗത്തൻ കസൗത്തിൽ ഇശാറി എന്നാണ്. ഗർഭിണിയായ ഒട്ടകത്തിന്റെയോ അല്ലെങ്കിൽ 10 മാസം പ്രസവിക്കാൻ തികഞ്ഞതായ ഒട്ടകത്തിന്റെ ശബ്ദം പോലെ ശബ്ദം ഈ ഈത്തപ്പന തണ്ടിന് ഞങ്ങൾ കേൾക്കാമായിരുന്നു. അങ്ങനെ ഈത്തപ്പന തണ്ട് കരയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നബി തങ്ങൾ ആദ്യം ഖുത്ബ ഓതിയിരുന്ന ചാരി നീരുന്ന തൂണാണ് ആ തൂണ് എന്ന. അത് നബി ഇപ്പോൾ അവിടെ ഓതിയില്ല, മിമ്പറുണ്ടാക്കിയപ്പോൾ ആ മിമ്പറിന്റെ മുകളിലായി. അപ്പോൾ ഈ തണ്ട് കരയാൻ തുടങ്ങി എന്നാണ്. വഫീ റിവായത്തി അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ടിൽ കാണാം, ഹത്തർതജ്ജൽ മസ്ജിദ് ലിഖുവാരി, ഈ തപ്പനത്തണ്ടിന്റെ ശബ്ദം കൊണ്ട് ആ മദീന പള്ളി ആകെ വിറകൊണ്ടു എന്ന് കാണാം. എന്നാൽ വഫീ റിവായത്തി സഹിൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത് വകസുറ ബുകാഉൻ നാസി ലിമാ റഅൗ ബിഹി, ഈ തപ്പന ആ തണ്ടിൽ കണ്ട സങ്കടം കണ്ടതുകൊണ്ട് അവിടെ കൂടെ സ്വഹാബത്ത് മുഴുവൻ സങ്കടത്തിൽ കരഞ്ഞുപോയി എന്ന് കാണാം. വഫീ റിവായത്തിൽ മുത്തലിബ് റിപ്പോർട്ട് ചെയ്തിട്ട് കാണാം എന്ത് വൻഷക്ക വിണ്ടുകീറി പൊളിഞ്ഞു എന്നാണ്. അത്താഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ വിണ്ടുകീറി പൊളിഞ്ഞു കരച്ചിന്റെ ഗൗരവത്തിൽ അങ്ങനെ നബി ചെന്നിട്ട് വലായദഹു അലൈഹി, നബി ആ ഈത്തപ്പന തണ്ടിന്റെ മുകളിൽ കരയുന്ന കുട്ടിയെ സമാധാനിപ്പിക്കും പോലെ അവിടുത്തെ തിരുക്കരം ഇങ്ങനെ വെച്ചു കൊടുത്തു നോക്കുമ്പോ എന്താണ് അനുസരണമുള്ളതുപോലെ കുട്ടി ആ കരച്ചിലടന്നു അടങ്ങി നിന്നു എന്ന് കാണാം മുത്തലിബിന്റെ റിപ്പോർട്ടിൽ. വഫീ റിവായത്തിൽ, ഇനി വേറെ റിപ്പോർട്ടിൽ കാണുന്നത്